മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം കെമിസ്ട്രി അധ്യാപികയായിരിക്കവേ അന്തരിച്ച KM ബൈനറ്റ് ടീച്ചറുടെ അനുസ്മരണ ചടങ്ങ് ഗൗരീശ്വരം ഓഡിറ്റോറിയത്തിൽ വിജ്ഞാനമൂർത്തി സഭ പ്രസിഡന്റ് KK പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. KM ബൈനറ്റ് ടീച്ചറുടെ ചിത്രം ചെയ്ത ബ്ലോക്ക് അനാവരണം ചെയ്തു. സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് KB നിതിൻ കുമാർ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ CK ഗീത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തിനി പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് അംഗം ഉഷ സോമൻ, BB സഭാ സെക്രട്ടറി ഷൈലി സുകുമാരൻ, സഭാംഗങ്ങളായ ആണ്ടവൻ പ്രദീപ് പുത്തേരി, പ്രധാനാധ്യാപകൻ ബാബുരാജ്, വിനോദ് ഡിവൈൻ എന്നിവർ പ്രസംഗിച്ചു. മുൻ സഭാ ഭാരവാഹികൾ, വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ സ്കൂളിലെ കെമിസ്ട്രി അധ്യാപികയായിരുന്ന ഇക്കഴിഞ്ഞ ജൂലൈ 20 നമ്മളോട് വിട പറഞ്ഞു. ടീച്ചറുടെ ഒരു അനുസ്മരണ യോഗമാണ് ഇവിടെ നടക്കുന്നത്. കണ്ണമ്മന്റെ വീട്ടിൽ ശ്രീ KV മധുസൂദനന്റെയും രഞ്ജിനി ടീച്ചറുടെയും മകളായി 1973 മെയ് 20 ജനിച്ചു. ഇനിയാലക്കാലം സെന്റ് ജോസഫ്സ് കോളേജിലും തൃശൂർ വിമല കോളേജിലുമായി കെമിസ്ട്രി ബിരുദവും ബിരുദാനന്ദ ബിരുദവും നേടി. ഡോക്ടർ കാശിമ ബിടെക് വിദ്യാർത്ഥിയായ എന്നിവരാണ് മക്കൾ. 1998 ആഗസ്റ്റ് 24 ജലായി SMHSസിൽ ഹയർ സെക്കൻഡറി ആരംഭിച്ചപ്പോൾ കെമിസ്ട്രി അധ്യാപികയായി ജോയിൻ ചെയ്തു. അധ്യാപിക എന്ന നിലയിൽ 100% ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചു. തന്റെ വിദ്യാർത്ഥികളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. എളിമയുടെയും വിനയത്തിന്റെയും നിലപാടായ നമ്മുടെ പ്രിയപ്പെട്ട കാര്യമാണ്. കേവലം തന്റെ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ തുടർപഠനത്തിന്റെ സാധ്യതകളെ കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് കുട്ടികൾക്ക് തന്നെ വഴികാട്ടിയായി തന്റെ സ്ഥാപനത്തിൽ ഏറ്റെടുക്കുന്ന എല്ലാ ജോലികളും അങ്ങേയറ്റം കാര്യക്ഷമതയും ഉത്തരവാദിത്വത്തോടും സന്തോഷത്തോടും ചെയ്ത് എല്ലാവർക്കും മാതൃകയാണ്. ഇടപെടുന്ന ഓരോരുത്തരോടും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അങ്ങേയറ്റത്തെ ശാന്തതയോടുകൂടി മാത്രം പെരുമാറുന്ന ഒരു വ്യക്തിത്വമായിരുന്നു പറയാൻ. ഏതു കാര്യത്തിനും ആർക്കും സമയവും കാലവും നോക്കാതെ ആശ്രയിക്കാവുന്ന ഒരു വ്യക്തിത്വം. 26 വർഷത്തെ അധ്യാപന ജീവിതം. അസുഖബാധിതയായി 2 വർഷവും ലീവെടുത്തും അസുഖം കുറഞ്ഞ സമയത്ത് സ്കൂളിൽ വന്ന് വളരെ സന്തോഷത്തോടുകൂടി ജോലി ചെയ്ത ആ കുറച്ച് ദിവസങ്ങൾ ആർക്കും മറക്കാൻ കഴിയില്ല. നികത്താനാവാത്ത നഷ്ടമായി ഒരിക്കലും കെടാത്ത നാളമായി ആ ഓർമ്മകൾ എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. എന്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, PTA കമ്മിറ്റി അംഗങ്ങളെ, വിദ്യാർത്ഥികളെ, ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം. ഏറെ ദുഃഖകരമായ ഈ ഒരു അവസരത്തിൽ ഒരു ദീർഘപ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. നമ്മുടെ സ്കൂളിലെ കെമിസ്ട്രി അധ്യാപികയായിരുന്ന KM ടീച്ചറിന്റെ അകാല വേർപാട് നമ്മളെ എല്ലാവരെയും ഏറെ വേദനിപ്പിക്കുന്നുണ്ട്. 26 വർഷങ്ങൾ ഈ വിദ്യാലയത്തിലെ സജീവ സാന്നിധ്യമായിരുന്ന ബൈനറ്റ് ടീച്ചർ അനവസരത്തിലാണ് നമ്മെ പിരിഞ്ഞിരിക്കുന്നത്. മരണം രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന കവിവചനം കടമെടുത്തുകൊണ്ട് ഇത്രയും കഴിവുകളും വിനയവും ആത്മാർത്ഥതയും അധ്യാപക മികവുമുള്ള ഒരു ടീച്ചറിനെ അകാലത്തിൽ നമ്മളിൽ നിന്നും അടർത്തിയെടുത്തതിലൂടെ ആ കവിവചനം വീണ്ടും അന്വർത്ഥമാവുകയാണ്. ഇനിയും തന്റെ സർവീസിൽ കാലങ്ങൾ ശേഷിച്ചിരിക്കെ ടീച്ചറിന്റെ വേർപാട് ഈ വിദ്യാലയത്തിനും വിദ്യാർത്ഥികൾക്കും ഏറെ നഷ്ടം തന്നെയാണ്. ടീച്ചറിന്റെ സ്മരണകൾ എന്നുപറയുന്ന ഈ വിദ്യാലയെ അന്തരിച്ചതിൽ ആ സ്മരണകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പ്രയാണം വീണ്ടും തുടരാം. ഇനിയും ഒരിക്കലും ഇതുപോലെ
ഞാനിവിടെ പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് ഞാൻ ടീച്ചറായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ടീച്ചറെ വിനയത്തോടുകൂടി സംസാരിക്കാൻ പെരുമാറാൻ ചെയ്യുന്ന ഒരു ടീച്ചറായിരുന്നു നമ്മൾ വന്നിരിക്കുന്നത് സഹിക്കേണ്ടവരെ നോക്കുന്നു. അപ്പോൾ ആ ടീച്ചറുള്ള ഈ അനുസ്മരണ യോഗത്തിൽ ആ വളരെയധികം നന്ദിയുണ്ട്. ഏതായാലും ടീച്ചർക്ക് ആത്മാവിന് വേണ്ടി നമുക്കെല്ലാവർക്കും കൂട്ടായി പ്രാർത്ഥിക്കുക. അത്രയും നമ്മുടെ സ്കൂളിലെ കെമിസ്ട്രി അധ്യാപികയായിരുന്ന ശ്രീമതി പൈ ടീച്ചറിന്റെ വിദ്യാർത്ഥിയാവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ പൈ ടീച്ചർ ആരായിരുന്നുവെന്ന് ഇവിടെ വന്നിരിക്കുന്ന ടീച്ചർ പഠിപ്പിച്ച വിദ്യാർത്ഥികളുടെയും സഹപ്രവർത്തകരുടെയും സ്നേഹം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഒരു ടീച്ചർ എന്നതിനേക്കാളുപരി ഉയർന്ന വ്യക്തിത്വത്തിനുടമയായിരുന്ന ശ്രീമതി പൈ ടീച്ചർ നമ്മുടെ സ്കൂളിനെ നയിക്കേണ്ടിയിരുന്ന ഒരു ടീച്ചറാണ്. പക്ഷേ ടീച്ചറുടെ അകാരണമായ മരണം നമുക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടം വലുതാണ്. ടീച്ചറുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരുപിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ടീച്ചർക്ക് ആത്മാവിന് മുമ്പിൽ പ്രണാമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രകാശിക്കട്ടെ എന്നും അതോടൊപ്പം തന്നെ ടീച്ചർ അഗാധ ദുഃഖങ്ങളിൽ അപൂർവത്തോടൊപ്പം ഞാൻ പങ്കുചേർന്നുകൊണ്ട് ചേർന്ന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. നമ്മുടെ ടീച്ചറിനെ ഓർമ്മ ഇന്ന് നിലനിർത്താൻ വേണ്ടി ചെയ്ത ഈ സംരംഭത്തിന് പ്രവർത്തിച്ച എല്ലാ വ്യക്തികളോടും നന്ദി അർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ടീച്ചറിനെ ആയിരുന്നു പ്രണാമം എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ടീച്ചറിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാൻ ഉദ്ദേശിക്കുകയാണ്. ടീച്ചറിൻ്റെ വിവാഹം കഴിച്ച് അയ്യപ്പള്ളിയിൽ കൊണ്ടുവരുമ്പോൾ തുടങ്ങി എൻ്റെ ഒരു സ്വന്തത്തിൽ തന്നെയാണ് ടീച്ചറിൻ്റെ വിവാഹം കഴിച്ചിട്ടുള്ളത്. അതിനുശേഷം 2005 ചെറായി ജ്യോതിഷനാമത്തിൻ്റെ കടകവശം സ്ഥലം വാങ്ങിച്ചു കാണാനുള്ള അവസരം കിട്ടാറുണ്ട്. അതുപോലെ തന്നെ അവിടെ വീട് വെക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളും ഇവിടെ ആരെയും പറ്റില്ല. ടീച്ചറിൻ്റെ അച്ഛനാണ് എന്നെ പണിതത്. ഇവിടെ ആരെയും പരിചയമില്ല. അതുകൊണ്ട് പ്രത്യേകം വന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പരിചയപ്പെടുത്തി വീട് വെക്കാനുള്ള ആളുകളെ പണി തന്നെ എന്നൊക്കെ പറഞ്ഞ് എനിക്കത് സഹായിക്കാൻ പറ്റിയതാണ് 2005. അതിനുശേഷം ടീച്ചറിൻ്റെ അച്ഛൻ വന്നു കഴിയുമ്പോൾ അദ്ദേഹം വിളിക്കുകയും ഈ അസുഖം വന്നതിന് ശേഷം തന്നെ പല പ്രാവശ്യം ടീച്ചർ വിശ്വസിക്കാൻ ചോദിക്കുകയും ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹത്തിന് ടീച്ചറിൻ്റെ ഭാഗത്തുനിന്നൊക്കെ അനുഭവിക്കേണ്ടി വരുന്നു. ടീച്ചറിന് സുഖമില്ലാത്തതിന് ഒരുപാട് ടീച്ചർ രക്ഷിക്കാൻ വേണ്ടി തന്നെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ടീച്ചറിന് ഒരുപാട് അതിനുവേണ്ടിയൊക്കെ എല്ലാ പരിശ്രമങ്ങളും ആ കുടുംബത്തിന് വേണ്ടി അദ്ദേഹം എല്ലാ ആളുകളോടൊപ്പം സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓഫീസൊന്നും അറിയാതെ ഞാൻ സ്കൂളിലേക്കാണ് ക്ലാസ്സിലേക്കാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് പൈസ അല്ല, ആദ്യം ഞാൻ പൈസ കാണുന്നു.
സഹപ്രവർത്തകനെ നമ്മളെ കാണുന്നത് എല്ലാവർക്കും ഒരു ദിനമാണ്. കാരണം ഞങ്ങളുടെ കമ്മിറ്റിക്ക് ടീച്ചറായിട്ട് പരിചയമെങ്കിലും അഭിയോഗത്തിൽ പങ്കെടുക്കുവാനുള്ള എനിക്ക് പ്രസിഡന്റ് നിലയിലുള്ള ശ്രമിക്കുകയും ഞങ്ങളവിടെ ചെല്ലുകയും അവരെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ടീച്ചർമാരും അതിനകത്തായിരുന്നു. ആ ദുഃഖം ഞങ്ങൾ അനുഭവിച്ചതാണ്, ഞാനും അനുഭവിച്ചതാണ്. അപ്പം നമുക്ക് ടീച്ചർക്കുമായ എന്തെങ്കിലും ഒരു ഓർമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ഇത് വന്നതുകൊണ്ടാണ് ഈ അനുശോചനം ഇത്രയും തന്നെ നീങ്ങുന്നത്. അതിന് ഉചിതമായ നമ്മളൊരു എന്താണ് ചെയ്യാൻ പറ്റുന്നത് ആലോചിച്ചപ്പോൾ ഇതിനൊരു ബ്ലോക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങൾ സഞ്ചരിക്കുകയും അതുമാത്രമല്ല നമ്മുടെ സ്കൂളിലെ കുട്ടികളെ എല്ലാവരും ടൈം ഒരു 10 ടീച്ചർ ഓർമ്മയിൽ നിലനിർത്താൻ വേണ്ടിയാണ് നമ്മളെ ഒരു ബ്ലോക്കിൻ്റെ ആശയം കൊണ്ടുവന്നത്. അതിനെ ആ കൂടുതലായ എല്ലാ പ്രവർത്തകരും ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ സമ്മതിക്കുകയും അത് നമ്മുടെ സ്വഭാവം അത് അതിന് നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇവിടെ ഈ ഒരു വേദി ഒരുങ്ങിയത്. ടീച്ചറെ സംബന്ധിച്ചോളം പറയുന്നത് ഞങ്ങളുടെ വീട്ടിലെ അംഗം എന്നുള്ള രീതിയിലാണ് ഞങ്ങളവരെ പോകുന്നത്. കാരണം അതിനോടെ ഇഷ്ടമുള്ള ഒരു ടീച്ചറായിരുന്നു. എന്ത് കാര്യത്തിലും ചെന്ന് ഒരഭിപ്രായവും മറ്റു കാര്യങ്ങളും ചോദിക്കുകയും നമ്മളെ സംബന്ധിച്ചോളം കാരണം സഭ എന്നുള്ളവർക്ക് അവർ വളരെ ആത്മാർത്ഥമായും നമ്മളോട് ഇടപെടുകയും അതുപോലെ കുട്ടികളോട് വളരെ നല്ല രീതിയിൽ പെരുമാറുകയും നല്ല അച്ചടക്കത്തോടുകൂടി കാര്യങ്ങൾ പറയാനും ചെയ്യാനും പറയുന്ന ഒരു പ്രകടനയായ ടീച്ചറായിരുന്നു ഒരു അധ്യാപികയെ സംബന്ധിച്ച് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്കൂളിൽ കുട്ടികളുമാണ്. ഞാൻ 6 വർഷമാണ് ഈ സ്കൂളിലെ ഈ ബി സഭയുടെ സ്കൂൾ മാനേജറായി. ഈ 6 വർഷം ഞാൻ ഈ ടീച്ചർ കണ്ട ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് വളരെ വിനയാന്വിതമായി ഏത് വിഷയങ്ങളെയും വളരെ ആത്മാർത്ഥമായി നോക്കിക്കാണുകയും അതിനാൽ ഒരു റിസൾട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. പലവിധ മീറ്റിങ്ങുകൾ നടത്തുമ്പോഴും സ്കൂളിൻ്റെയും കുട്ടികളുടെയും ഉന്നതത്തിലേക്ക് വേണ്ടിയിട്ടുള്ള പല മീറ്റിങ്ങുകളിൽ ഞാൻ ടീച്ചർ കണ്ടത് വളരെ വിനയത്തോടുകൂടി അതോടൊപ്പം തന്നെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ പഠിക്കുകയോടൊപ്പം അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ച സഭ പ്രസിഡന്റ് ശ്രീ കെ പരമേശ്വരൻ അവർ, മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ശാന്തിനി പ്രസാദ്, വാർഡ് മെമ്പർ, മറ്റു വേദിയിൽ സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, ശ്രീമതി ബൈന ടീച്ചർ നമ്മെ വിട്ടുപിരിയും. ബൈന ടീച്ചറുടെ വേർപാട് നമുക്കെല്ലാം ദുഃഖമുണ്ടാകുന്നു. വേർപാട് ആരുടെ വേർപാടായാലും അത് ദുഃഖം ഉണ്ടാകുന്നതാണ്. അത് അകാലത്തിലാകുമ്പോൾ അത് കൂടുതൽ നമുക്ക് വേദന ഉണ്ടാകുന്നു. ബൈന ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ബൈന ടീച്ചർ വളരെ ചുറുചുറുക്കോടുകൂടി പഠിച്ച് നല്ലൊരു അധ്യാപികയായി നിയമനം ലഭിച്ചാണ് ഇവിടേക്ക് വരുന്നത്.
അതോടൊപ്പം തന്നെ വിവാഹം തൊട്ടടുത്ത സ്ഥലമായ ഈ വെളിയിൽ കഴിഞ്ഞു. അങ്ങനെയാണ് ടീച്ചർ ഇവിടെ വന്ന് താമസം ആക്കിയത്. ആ അധ്യാപക ജീവിതം അത് കുട്ടികളോടും അതുപോലെ തന്നെ രക്ഷകർത്താക്കളോടും സഭാ മാനേജ്മെൻറ്റോടും പൊതുസമൂഹത്തോടും ഉള്ള ടീച്ചറുടെ സമീപനം വളരെ അനുകരണീയമായിട്ട് വളരെ വിനയത്തോടുകൂടി എല്ലാ കാര്യങ്ങളും വളരെ ഒരു പുഞ്ചിരിയോടുകൂടി ആണ് എല്ലാവരും. അതിന് മുമ്പത്തെ വർഷം എല്ലാ കുട്ടികളും പാസ്സായി എന്നുള്ള വിവരം പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിദ്യാലയത്തിലേക്ക് വൈസ് പ്രിൻസിപ്പളുടെ വരുന്നത്. എല്ലാ ടീച്ചേഴ്സും രാവിലെ കാണുമ്പോൾ നമസ്കാരം എന്ന് പറയുമ്പോൾ വൈകി ടീച്ചറും അങ്ങനെ തന്നെയാണ് എന്നോട് പറയുന്നത്. ആ ഓർമ്മകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ടീച്ചർ മരിച്ചു എന്ന് പല ഗ്രൂപ്പുകളായി മെസ്സേജ് വന്നപ്പോൾ ഞാൻ പ്രിൻസിപ്പളായ വിളിച്ചു എന്തായിരുന്നു ടീച്ചറൊക്കെ കാണാൻ ചോദിച്ചത്, എന്ത് പറ്റി എന്നാണ് ഞാൻ ചോദിച്ചത്. പ്രിൻസിപ്പൾ പറഞ്ഞു സുഖമില്ലാതെ 2 വർഷമായി. അത് കഴിഞ്ഞ് സ്കൂൾ കൊച്ചു വന്നിരുന്നു, വീണ്ടും സുഖമില്ലാതെ തിരിച്ചു പോയി എന്നാണ് പറഞ്ഞത്. ആദ്യമേ കുടുംബാംഗങ്ങളോടൊപ്പം തന്നെ മതിയായ ദുഃഖം ഇവിടെ അനുഭവിക്കുന്നു. ഞാനിവിടേക്ക് കയറി വരുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തും സഹപാഠിയുമായ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കടന്നു വരുമ്പോൾ കെമിസ്ട്രിയിലാണ്, അതേപോലെ ഞങ്ങളുടെ ക്ലാസ്സിലൂടെയൊക്കെ ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ട്. ഫൈനാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സ്നേഹനിധിയായിട്ടുള്ള ഒരു അധ്യാപിക, എന്നും നർമ്മബോധം കാത്തു സൂക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മിസ് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ തൻ്റെ വീട്ടിൽ നടന്ന ഓരോ സംഭവങ്ങളും ഒരു ട്രോളായി അവതരിപ്പിച്ചുകൊണ്ടാണ് ഫൈനാൻസ് പലപ്പോഴും ക്ലാസ് എടുക്കുന്നത്. കൂടുതൽ മിസ് ട്രോളുന്നത് സ്വന്തം ഭർത്താവിനെ തന്നെയാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഓർമ്മിക്കുകയും കഴിഞ്ഞ യൂണിയൻ ഇടക്ക് ഗീതാംസാണ് ഇങ്ങനെ ക്യാൻസറുമായി ബന്ധപ്പെട്ട് ഇത്തിരി സീരിയസ് ആണെന്നുള്ളതല്ല, പക്ഷെ പിന്നീട് മരണപ്പെട്ടപ്പോൾ ആ ചടങ്ങിലൊന്നും പങ്കെടുക്കാൻ സാധിച്ചില്ല. ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗീതാംസ് തന്നെയാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അന്ന് ക്ലാസ്സിലുള്ള എല്ലാവരെയൊക്കെ അറിയിക്കണമെന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. പക്ഷേ പലരും പല തിരക്കുകളിലൊക്കെ ആയതുകൊണ്ട് പലർക്കും എത്താൻ സാധിച്ചിരുന്നില്ല. എങ്കിലും ഇങ്ങനെയൊരു വേദിയിൽ നിൽക്കാൻ സാധിച്ചതിന് വലിയ ഒരു നന്ദി ഞാൻ ഈ സംഘാടക സമിതിയോട് പറയുകയാണ്. ഇന്നിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ക്യാൻസർ മുൻപെല്ലാം അപൂർവ രോഗമാണെങ്കിലും ഇന്നിപ്പോ തൊട്ടടുത്ത് നമ്മുടെ ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കിയാൽ പലരും രോഗബാധിതരായിട്ട് ആ മാരക രോഗം നമ്മുടെ കുടുംബത്തിൽ വന്നാൽ നമ്മൾ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടൊക്കെ വലിയ തകർച്ചയിൽപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടം